പാടുമീണമായേ അകതാരിലൂറും വിരഹാർദ്രഗീതമേ നാളെ നീയൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ പാടുമീണമാ പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ 90 കാലഘട്ടങ്ങളിൽ ഉത്സവ വേദികളിൽ ഗാനമേള രംഗത്ത് ജ്വലിച്ചു ചെയ്തിരുന്ന ഒരു കലാകാരിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഉഷ മാവേലിക്കര അല്ലേ? ചേച്ചിയെ കുറിച്ച് നമസ്കാരം. ചേച്ചിയെ കുറിച്ച് അറിയാൻ സാധിച്ചത് കേരളത്തിലെ പ്രശസ്ത നാടകനടനായ ഇപ്പം തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം എന്ന നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രം പ്രൊഫഷണൽ ആർട്ടിസ്റ്റായ നമ്മുടെ ആത്മമിത്രമായ ബിജു പാർത്ഥസാരിയുടെ മോന്റെ കല്യാണത്തിന് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വൈകിട്ട്. കുട്ടനാട് കണ്ടുകിട്ട് നാടൻ പാട്ടും ഉണ്ടായിരുന്നു. അന്ന് ചേച്ചി അവിടെ ഒരു പാട്ട് പാടി. അങ്ങനെയാണ് ഞാൻ ചേച്ചി അന്വേഷിച്ച് ഇവിടെ വന്നത്. അപ്പം ഗാനമേള രംഗത്ത് ഗാനമേളക്ക് പാടാൻ പോയിട്ടുള്ള ഫസ്റ്റ് ഞാൻ ബ്ലൂ ഡയമണ്ട്സിലായിരുന്നു. ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കൊല്ലം നാദധാര, ചെങ്ങന്നൂർ രാഗമാലിക, തിരുവല്ല MGM, കോട്ടയം 7 വോയ്സ്, കോട്ടയം പ്രണവ് ഓർക്കസ്ട്ര, പന്തളം ബാലൻചേട്ടന്, പിന്നീട് ഗായകൻ സുധീർ കുമാർ, ഇവരോടൊപ്പം ഒക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പ്രൊഫഷണൽ ആയ ഒരു ഗായികയുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനാണ് നമസ്കാരം. അപ്പം പിന്നെ കുടുംബം, മക്കള് 2 പേര്, ഹസ്ബൻഡ് ഉണ്ട്. മക്കളുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. അതിലെ മൂത്താളുടെ പേര് മീര, രണ്ടാമത്തെ ആളുടെ പേര് മാളവിക. ചേട്ടന്റെ പേര് വിജയൻ. ചേട്ടൻ എന്താ ജോലി? സാധാരണ പണികളൊക്കെ തന്നെ, നോർമൽ. അപ്പം ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പം പ്രൊഫഷണൽ രംഗത്തില്ല? ഇല്ല. ജോലി ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. 26 വർഷമായി. 26 വർഷമായിട്ട്? 26 വർഷമായി ഫീൽഡ് വിട്ടിട്ട്? ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കൊക്കെ പ്രൊഫഷണൽ രംഗത്തുനിന്ന് കുറച്ച് വിട്ടു നിൽക്കുമായിരുന്നു. 26 വർഷമായി. പിന്നെ ഇടയ്ക്ക് ഭക്തിഗാനമേള ചെയ്യുമായിരുന്നു. ആണല്ലേ? അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? തീർച്ചയായിട്ടും പാടാം. പേര് നമ്മുടെ ഉഷ മാവേലിക്കര ചേച്ചി ഒരു ഗാനം ആലപിക്കുകയാണ്. 26 വർഷമായി പ്രൊഫഷണൽ രംഗത്ത് മാറിയിരിക്കുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ചില അല്ലേ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ശബ്ദത്തിനും ഒക്കെ. കുഴപ്പമില്ല. അതത്ര അല്ലേ ചേച്ചി? ഒരു കാര്യം പറയാം. ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞതാണ്. എന്റെ വീഡിയോസ് കാണുന്ന മിക്ക പ്രേക്ഷകരും കലാകാരന്മാരെയും കലാകാരികളെയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരാണ്. ഒരു ചേച്ചിയുടെ പാട്ട് ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അവരെ ചേച്ചിനെ പ്രോത്സാഹിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ചേച്ചിയുടെ പാട്ടൊന്ന് കേൾക്കാം. വീണ പാടുമീണമായേ അകതാരിലൂറും നിറഹാർദ്രഗീതമേ നാളെ നീയൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ പാടുമീണമാ മിഴിയോരത്താളിൽ നീളെ അനുഭൂതികൾ മണിച്ചപ്പിലാരോ തൂകും നിറക്കൂട്ടുകൾ നാളെ നീയൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ പാടുമീണമാ മഴമേഘമേതോ തീരം ഉണരാനിനീ മനതാരിലെങ്ങോ മായും മലർമെത്ത തൻ ഇടനെഞ്ചിലേറിയോ രതിഭാവമേ നീ ഇടനെഞ്ചിലേറിയോ രതിഭാവമേ നീ
പാടുമീണമായേ അകതാരിലൂറും വിരഹാർദ്രഗീതമേ നാളെ നീയൻ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ പാടുമീണമാ പറയാലോ ഇത്രയും വർഷത്തിന് ശേഷം പാടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ദൈവസിദ്ധിയാണ്. അപ്പൊ ഞാൻ ഇനി തുറന്നു പറയാണ്, സാധാരണ ഞാൻ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ചില വീഡിയോയൊക്കെ. ഒന്നുകൂടെ ഞാൻ ഇവിടെ വരേണ്ടി വരും. പക്ഷേ ഒരു പാട്ട് കൂടെ ഷൂട്ട് ചെയ്യാം, കാരണം പ്രേക്ഷകർ തീർച്ചയായിട്ടും ആവശ്യപ്പെടും. അപ്പൊ പ്രിയ പ്രേക്ഷകര്, ഉഷാ മാവേലിക്കരയുടെ ഈ ഗാനം സ്നേഹത്തോടെ സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.